ഷെമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവുക എന്നൊന്നും വർക്കിംഗ് ഡേയ്സിൽ സാധാരണ നടക്കാറില്ല. പക്ഷേ ഒക്ടോബർ മാസം എനിക്ക് കുറച്ച് പ്രത്യേകതയുള്ള മാസമായതുകൊണ്ട് എന്തായാലും ഈ മാസം രാവിലെ പള്ളിയിൽ പോകണം, കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും രാവിലെ ഇതാ കുർബാനയ്ക്ക് പോവുകയാണ്. രാവിലെ 6 മണിക്കാണ് കേട്ടോ കുർബാന. പോയിട്ട് വന്നിട്ടൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് പള്ളി, അപ്പോൾ പിന്നെ കൂടുതൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് മൂത്ത ആളും കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് മോളെ വീട്ടിലാക്കിയതിന് ശേഷം ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. സ്ഥലം ഞാൻ പറയാം. അപ്പോൾ രാവിലെ ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. മോർണിംഗിൽ അതുപോലെ ഈവനിങ്ങിൽ. മോർണിംഗാണ് കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ. അപ്പം എനിക്ക് മാത്രമായിരിക്കില്ല, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേ സൂര്യനൊക്കെ ഉദിച്ച് നല്ല ഒരു പ്രത്യേക വൈബല്ലേ രാവിലെ ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ യാത്ര. എൻ്റെ ഹസ്ബൻഡിൻ്റെയും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം നാളായി. പക്ഷേ നമ്മളിങ്ങനെ നമ്മുടെ കാര്യമല്ലേ നീക്കി വയ്ക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് വെക്കാം, ഇന്നതിന് ഒരു ദിവസം കണ്ടെത്താമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല. ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. പ്രത്യേകിച്ച് വലിയ റീസണൊന്നുമില്ല. ഇപ്പോൾ കൊറോണ കാലത്തിന് മുമ്പ് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് നന്നായി തടി വെച്ചു. അപ്പോൾ എല്ലാവരും തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ അതൊക്കെയായിരുന്നു ഉദ്ദേശം. കൂട്ടത്തിൽ ഷുഗറും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷുഗർ ഫാസ്റ്റിങ്ങിനും അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടും എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുകയാണേ. അവിടെ കയറിയപ്പോൾ ഞാനിപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ വെറുതെ ഉപ്പുമാവൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഇച്ചു വേറെ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും അവർ അവധി ദിവസം നമ്മൾ വിളിക്കുകയൊന്നും വേണ്ടല്ലോ, തന്നെ എഴുന്നേക്കുമല്ലോ. തന്നെ എഴുന്നേറ്റ് എൻ്റെ ഷോളൊക്കെ ഇട്ട് അവർ കളിച്ച് സൈക്കിളൊക്കെ ചവിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയി ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി ഉണ്ടാക്കാം, നേരം വൈകും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയിട്ട് വന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ കഴിച്ചിട്ട് വരുമ്പോൾ അവർക്ക് വാങ്ങിച്ചിട്ട് വന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവാണ്. അത് കാരണമാണ്. അപ്പോൾ അവർക്ക് മസാല ദോശയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്കൊന്ന് കൊടുത്തതിന് ശേഷം പിന്നെ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം കാര്യങ്ങൾ ചെയ്യുകയാണേ. ഇപ്പം മഴയൊക്കെ മാറിയത് കാരണം ഞാൻ പുറത്ത് വീണ്ടും തീ കത്തിച്ച് തുടങ്ങി. ഞാൻ ഇങ്ങനെ അകത്ത് ഒരു വിറകില്ലാത്ത അടുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് എൻജിനീയർ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ പുകയൊക്കെ അകത്ത് വരുമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്നാലും എനിക്കിങ്ങനെ വിറകടുപ്പ് കത്തിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 3 കല്ലൊക്കെ വെച്ചിട്ട് ഞാൻ അടുപ്പ് തയ്യാറാക്കിയിട്ട് അതുമേയാണ് കേട്ടോ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കത്തിക്കാറുള്ളത്. അപ്പോൾ പുറത്ത് ചോറ് വയ്ക്കുക, വെള്ളം ചൂടാക്കുക, അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോയിട്ട് വരുമ്പോൾ ഞാൻ വേറെ ടൗണിൻ്റെ തിരക്കില്ലാത്ത വഴിയിലൂടെയാണ് വന്നത്. അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മുടെ ഈ മാസത്തേക്കുള്ള കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പലചരക്ക് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയിരിക്കണേ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അവധി ദിവസം കിട്ടുമ്പോൾ ഇന്ന് മൊത്തം പണിയാലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോവുള്ളൂ. അല്ല ഒരു ദിവസം അവധി കിട്ടി ഫുൾ ടൈം നമുക്ക് വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കിതൊന്നും നടക്കില്ല. അതാണ് കേട്ടോ എൻ്റെ ഒരു പക്ഷം. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പച്ചക്കറികളൊന്നും വാങ്ങിച്ചിട്ടില്ല. സവോള, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേറെ പച്ചക്കറികളൊന്നും വാങ്ങിച്ചിട്ടില്ല. അതിന് വേണ്ടി ഒരു ദിവസം നെസ്റ്റോളിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ആ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് അരിയിട്ട് നന്നായി തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നന്നായി തീ കത്തിച്ച് കൊടുത്തതിന് കാരണമുണ്ട്. കാരണം ഇനി നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനും അതുപോലെ തന്നെ ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കുറച്ച് ലെഗ് പീസും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, മീൻ കറി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പ് മാറാൻ പുറത്തേക്ക് വെച്ചിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. വേറൊന്നുമല്ല, ഇന്ന് അമ്മയുടെ ചെക്കപ്പിൻ്റെ ദിവസമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മയൊന്ന് വീണിട്ട് കാലിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ വാക്കറിൽ നിന്ന് സ്റ്റിക്കിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും സമയം 1 മണിയാണ് കേട്ടോ. 1 മണിക്ക് എത്തിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചിരട്ടയൊക്കെ വെച്ച് നല്ലതായി കത്തിച്ച് കൊടുത്ത് പോയത് കാരണം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റുകയാണ്. സാധാരണ ഇപ്പം 1 മണി ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതാണ് നമുക്ക് ഫുഡ് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വരാമെന്ന്. പക്ഷേ രാവിലെ നമ്മൾ പുറത്തത്തെ ഫുഡാണ് കഴിച്ചത്, മക്കൾക്കും അത് തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്കൊരു മനസ്സമാധാന കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മയുണ്ട്, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് ചെയ്യാം. 1:30 ആകുമ്പോഴത്തേക്ക് അവർക്ക് വിശക്കണമൊന്നുമില്ല, 1:30 ആകുമ്പോഴത്തേക്ക് മതി എന്ന് പറഞ്ഞ കാരണം ഞാൻ വേഗം കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ടും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. വൈകുന്നേരം വന്ന ഉടനെ പുറത്ത് അടുപ്പത്ത് കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഊറ്റി വെച്ച് പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണമെങ്കിൽ 2 പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാനൊക്കെ പറ്റും. എനിക്ക് സത്യത്തിൽ കുക്കറിൽ വെക്കുന്നത് വലിയ താല്പര്യമില്ല. എനിക്കിഷ്ടം ഇങ്ങനെ അടുപ്പത്ത് വെക്കുന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് ചില സമയത്തൊന്നും നടക്കില്ല. പിന്നെ മഴ വന്നാൽ എൻ്റെ അടുപ്പിൽ കത്തിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ച ചിക്കനും മീനും ഒന്നും എടുത്തില്ല, കാരണം ഇനി അതിനുള്ള സമയമില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങൾ കൊണ്ട് വേഗം ഒന്ന് ലഞ്ച് റെഡിയാക്കുവാണേ. അപ്പോൾ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ നോർമൽ വർക്കിംഗ് ഡേയ്സിന് വേണ്ടി ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ വേഗം കുറച്ച് നാളികേരം ചെറുക്കി ഇതൊക്കെ ഇട്ട് തോരനാക്കി എടുത്തു. പിന്നെ കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വിക്കായിട്ടുള്ള ഒരു മോര് കാച്ചിയത്, തെക്കൻ സ്റ്റൈൽ മോര് കാച്ചിയത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഗ്രേസ് ടൈം മോര് കാച്ചിയത് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടും. അതിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു തെക്കോട്ട് സ്ഥിരമായി എന്ത് കറി ഉണ്ടെങ്കിലും വെജ് നോൺ വെജ് ആണെങ്കിലും ഈ മോര് കാച്ചിയത് അത് സ്ഥിരമാണ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാച്ചിയെടുത്തു. അപ്പോൾ പിന്നെ ഇതോടുകൂടി നമ്മുടെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയൊക്കെ മതി നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാകുമ്പോൾ. മാത്രമല്ല ഇന്ന് വിശന്നിരിക്കുന്ന കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കറിക്കൊക്കെ സ്വാദ് കൂടും, ഇത്തിരി കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വേറൊന്നുമല്ല, മക്കൾക്ക് പള്ളിയിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം വീഡിയോ എടുക്കാൻ വീണ്ടും തുടങ്ങിയത് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യലും മീൻ കറി വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്, നടന്നില്ല. ഇനി വേറൊരു ദിവസം ചെയ്യാം. ഞാൻ ഈ റെസിപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ. അതും ഇതുപോലെ തന്നെ ഗ്രേസ് ടൈം ചിക്കൻ ഫ്രൈ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കിട്ടും. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ രാവിലെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നിലത്ത് നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല എന്ന് പറയില്ലേ, അത് കാരണം ഇതൊന്നും പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റി വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിങ്ങനെ കിടന്നാൽ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് നമ്മുടെ കാലിയായ ബോട്ടിൽസിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഈ നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ പയറുവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ സത്യത്തിൽ പയറുവർഗ്ഗങ്ങൾ ഇച്ചുവിനും മക്കൾക്കുമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. എനിക്കും അമ്മയ്ക്കും വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്. എന്നാലും എല്ലാതും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 ദിവസം പച്ചക്കറി, 2 ദിവസം പയറുവർഗ്ഗം, പിന്നെ ചിക്കനും ബീഫും മീൻ എന്നൊക്കെ വിചാരിച്ചൊക്കെ കുറച്ചൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുവിധമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണ് ഞാൻ ശ്രദ്ധിച്ചത്. ചേച്ചി ചേച്ചി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് വലിയ വേറെ പുറത്തുനിന്ന് പഠിച്ച എക്സ്പീരിയൻസോ ഒന്നുമല്ല, എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. സത്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടി ഒരല്പം പോലെ സമയം കണ്ടെത്താത്ത, ഒട്ടും സമയം മാറ്റിവെക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ്, അതായത് ഇച്ചു എപ്പോഴും പറയും, നിനക്ക് കുറച്ച് നേരം പുസ്തകം വായിച്ചുകൂടെ, കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് വായിക്കാനായിട്ട്, കുറച്ച് നേരം എഴുതിക്കൂടെ, നിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടേ, അതിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കിച്ചണിലെ പണി കുറയ്ക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഹസ്ബൻഡ്. അപ്പോൾ ആ ഒരു മോട്ടിവേഷനാണ് കേട്ടോ എന്നെക്കൊണ്ട് ശരിക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണേ. നിങ്ങളീ കാണുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ പോലും ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയൊരു സംഭവമൊന്നുമല്ല. എനിക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും എന്ന് തോന്നി ഇച്ചു തുടങ്ങി വെച്ചൊരു പ്ലാറ്റ്ഫോമാണിത്.
അപ്പോൾ അതിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ പാവയ്ക്ക വറുത്തതാണ് കേട്ടോ. പാവയ്ക്ക വറുത്തതല്ല, പാവയ്ക്ക ഉണങ്ങിയത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പാവയ്ക്ക ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഉണങ്ങിയത് ഇതുപോലൊരു ബോട്ടിലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പപ്പടമൊക്കെ ആയിട്ട് വറുത്ത് വെക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ആരെങ്കിലും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ്. ഇനി എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളായിരിക്കുന്ന സമയങ്ങൾ, അതായത് നമുക്കിഷ്ടമുള്ള പ്ലേസ് അതൊന്ന് ഭംഗിയാക്കി വെക്കാൻ, അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കൂട്ടത്തിൽ ചെയ്യാൻ, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നും. അല്ലെങ്കിൽ ഈ പണികൾ മാത്രമായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ നമ്മളിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് പോകും. അപ്പോൾ നമ്മളായിട്ട് നമുക്കുള്ള സമയം കണ്ടെത്തുക തന്നെയാണ് നല്ലത്. മറ്റുള്ളവർക്കുള്ള സമയം നമ്മൾ കൊടുക്കുകയും വേണം. നമുക്ക് വേണ്ട സമയം, നമ്മുടെ ഇഷ്ടങ്ങൾക്കുള്ള സമയം കുറച്ച് കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമില്ലാതെ ചെയ്താൽ നമുക്കിതൊക്കെ വലിയ ബേർഡനായിട്ട് മാറും. എനിക്ക് കിച്ചണൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനൊക്കെ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഞാൻ 2 തരം അരി വാങ്ങിച്ച് നിങ്ങൾക്ക് കാണാം. സാധാരണ നമ്മൾ വാങ്ങുന്ന കുറുവ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മട്ട ഞാൻ ഇന്ന് വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഓണർ അവരുടെ പാടത്ത് വിഷരഹിതമായി കൃഷി ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ വിൽക്കാനുള്ള മട്ട അരിയാണ് കേട്ടോ, കുത്തരി. അപ്പോൾ അത് നമ്മുടെ ഈ തവിടൊന്നും കളയാത്തതാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞാൻ 2 കിലോയെ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമേ. ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സ് എല്ലാതും ഇതുപോലെ കട്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എല്ലാതും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതേ അടുത്ത് നമ്മുടെ ഒരു അൺബോക്സിങ് ആണ് കേട്ടോ. അതായത് ഇത് ഞാൻ നൈക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് അരച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടെയ്നേഴ്സാണ്. ഇതിന് നല്ല ബലമാണ്. അതാണ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം. കാരണം ഐക്കയുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റിയുള്ള, നമുക്ക് ഫുഡൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല നല്ല കണ്ടെയ്നേഴ്സാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വാങ്ങിയിരുന്നത് ബാംഗ്ലൂർ ഐക്കയിൽ നിന്നാണ് കേട്ടോ. ഇപ്പോഴും എല്ലാവരും ചോദിക്കാൻ എൻ്റെ ഓൺലൈൻ പർച്ചേസ് ഉണ്ടോയെന്ന്. ഓൺലൈൻ പർച്ചേസ് അവരുടെ സ്റ്റോറുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ബാംഗ്ലൂരുള്ളവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അല്ലാതെ നമുക്ക് കേരളത്തിലേക്കൊന്നും ഓൺലൈൻ പർച്ചേസ് ഇതുവരെ അവൈലബിൾ അല്ല. ഞാനിനി കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് തൃശ്ശൂരുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ളത് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് പറ്റുവാണെങ്കിൽ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കും കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടെയ്നേഴ്സ്. നല്ല വലിപ്പമുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. ഇതിപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായി. ഒപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ കാരണം ഇത് നല്ല എയർ ടൈറ്റാണ്. അതുപോലെ തന്നെ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുകയല്ല, ഇത് ഇത്രയധികം പറഞ്ഞില്ലെങ്കിൽ കുറഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കണ്ടെയ്നേഴ്സാണ് കേട്ടോ അതിനകത്തുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിനൊക്കെ പുതിയൊരു മുഖച്ഛായ കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റും. മാത്രമല്ല ഫ്രിഡ്ജിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് പുറത്തായാലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സോക്ക് ചെയ്യാനിടാനോ അല്ലെങ്കിൽ അരി ആയാലും അതുപോലെ പയറുവർഗ്ഗങ്ങളായാലും സോക്ക് ചെയ്തിടാനോ അപ്പോൾ ഒന്ന് അടച്ചു വെക്കാനും പിന്നെ നമ്മുടെ കിച്ചണ് ചേരുന്ന രീതിയിലുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫുഡൊക്കെ വാങ്ങിച്ചിരുന്ന് കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സൊക്കെ നമ്മളിങ്ങനെ ഫുള്ളിൽ ഫ്രിഡ്ജിലായാലും കിച്ചണിലായാലും സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനിന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം എത്രയായെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? സമയം അധികമൊന്നും ആയിട്ടില്ല, 9 മണിയായിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈവനിങ്ങിൽ ചായ കുടിക്കാനായിട്ടൊക്കെ കുറച്ചധികം സമയം ഇരുന്നിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം രാവിലെ മുതൽ പണിയാണോ എന്ന് ചോദിച്ചു, അല്ല. ഞാൻ ഇടയ്ക്ക് കുറച്ചധികം സമയം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ടൈം വീഡിയോ ഇങ്ങനെ കാണിച്ചാൽ ലെങ്ത് കൂടില്ലേ, നിങ്ങൾക്ക് ബോറടിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പരമാവധി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും അറിയിക്കുകയാണെങ്കിലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് പോവുള്ളൂ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, നല്ലതായാലും മോശമായാലും നിങ്ങൾ പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. അപ്പോൾ നല്ലതും ചീത്തയും ഒരുപോലെ എടുക്കാൻ പറ്റിയാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എന്ത് അഭിപ്രായമായാലും കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരെയൊക്കെ ഞാൻ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാവുന്നുണ്ട്, ഞാനിത് നോക്കാറുണ്ട്. അപ്പോൾ കണ്ടില്ലെങ്കിൽ ഞാൻ ആലോചിക്കാറുമുണ്ട്. അപ്പോൾ ഒന്ന് എന്ത് പറ്റി കണ്ടില്ലാവോ എന്നൊക്കെ ചിന്തിക്കാറുമുണ്ട്. നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കിടക്കാൻ പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.